ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ത്രില്ലർ ജോണറിൽ എപ്പോഴും സ്പാനിഷ് മൂവികൾ ഒരു പടി മുന്നിൽ നിൽക്കാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത, മനസാ വാചാ കർമ്മ നനച്ച് പാക്കാത്ത വഴികളിലൂടെയാണ് കഥകൾ പോവുക. പൊടുന്നതിനൊരു ട്വിസ്റ്റ് ആൻഡ് ടേണും ഉണ്ടാവും. ചുമ്മാ ഒരു സ്പാനിഷ് പടം എടുത്തിട്ട് ഫോർവേഡ് ചെയ്ത് കാണുകയാണെങ്കിൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല, പൊട്ടലും ചീറ്റലും ഒന്നും ഉണ്ടാവില്ല. അവർ വളരെ സൈലന്റ് ആയിട്ട് വലിയൊരു വെടി പൊട്ടിച്ചിട്ട് പോകും, നമ്മളെ മുൾമുനയിൽ നിർത്തും. അങ്ങനെ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന മറ്റൊരു അടിപൊളി ക്രൈം ത്രില്ലറാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇൻ ദ ഷാഡോ ഓഫ് ഐറിസ്. 2016 ആണ് ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുഖവുര പറഞ്ഞാൽ പിന്നെ കാണാൻ രസമുണ്ടാവില്ല. ഒന്നും അറിയാതെ, ഒരു ബോധവും കാതവും ഇല്ലാതെ കാണണം, എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരുപാട് സന്തോഷിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? സിനിമകൾ ആസ്വദിക്കാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് അറിവും വിവരവും ഉണ്ടാക്കുന്ന പരിപാടിയാണ് പുസ്തക വായന. സമയമില്ലാത്തതാണ് പലർക്കും പ്രശ്നം. ഇങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഓഡിയോ ബുക്സ്. നമ്മുടെ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പുസ്തകങ്ങൾ കേട്ട് മനസ്സിലാക്കാം. പറഞ്ഞു വരുന്നത് ഓഡിയോ ബുക്സ് ആപ്ലിക്കേഷനായ നമ്മുടെ കൂക്കു FM-നെ കുറിച്ചാണ്. വിങ്സ് ഓഫ് ഫയർ, ഇക്കിഗായ്, പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ്, ഹുവാൻ റൂൾഫോയുടെ പെഡ്രോ പരാമോ. ഇതുമാത്രമല്ല, പുസ്തകം വായിക്കാത്തവര് പോലും ഒരു തവണയെങ്കിലും കേട്ടിട്ടുള്ള പേരാണ് ഷേക്സ്പിയർ, ഹാംലെറ്റും മാക്ബത്തും ഒതല്ലോയും കിങ് ലിയറുമെല്ലാം. ഇവയെല്ലാം നിങ്ങൾക്ക് കഥയായി കേൾക്കാം. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആൻഡ് എഡ്യൂക്കേഷൻ കോണ്ടന്റ് പുസ്തകമല്ലാതെ നോൺ ഫിക്ഷൻ സ്റ്റോറീസും കൂക്കു FM ആപ്പിൽ അവൈലബിൾ ആണ്. MDയുടെ മഞ്ഞ്, ഇരുട്ടിന്റെ ആത്മാവ്, ഉറൂബിന്റെ രാച്ചിയമ്മ, തകഴിയുടെ 5 പെണ്ണുങ്ങൾ തുടങ്ങി മലയാളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരുടെ എല്ലാം പുസ്തകങ്ങളും, ജയറാം, ഇന്നസെന്റ് എന്നീ നടന്മാരുടെ പുസ്തകങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഈ പുസ്തകങ്ങൾക്കെല്ലാം ശബ്ദം നൽകിയിട്ടുള്ളത് നമുക്കേറെ ഇഷ്ടപ്പെട്ട നമ്മുടെ കലാകാരന്മാരായ നെടുമുടി വേണു സാർ, KPSC ലളിത ചേച്ചി, നടൻ സിദ്ദിഖ്, ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി തുടങ്ങിയവരാണ്. പുസ്തകങ്ങൾക്കുള്ള മ്യൂസിക് നൽകുന്നത് ജോൺസൺ മാഷ്, അർജുനൻ സാർ, അതുപോലെ തന്നെ ഷഹബാസ്, അമൻ തുടങ്ങിയ പ്രമുഖരും. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ബയോഗ്രഫി തുടങ്ങി പല ജേണേഴ്സിലെ അനവധി ഓഡിയോ ബുക്സ് HD ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കേട്ടാസ്വദിക്കാം. പ്രൊഡക്റ്റീവായി സമയത്തെ ഉപയോഗപ്പെടുത്താൻ ഓഡിയോ ബുക്സ് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. കൂക്കു FM-ൽ 22 മുതൽ ഈ മാസം 31 വരെ നടക്കുന്ന റിപ്പബ്ലിക് ഡേ സെയിൽ, അതിൽ 60% ഡിസ്കൗണ്ട് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ഈ സമയത്ത് നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വെറും 39 രൂപയ്ക്ക് 10,000-ൽ പരം പുസ്തകങ്ങൾ സ്വന്തമാക്കാം. അതിനുവേണ്ടി India 60 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ മതി. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൂപ്പൺ കോഡും ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും നൽകുന്നു. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്ത് ഒരു സ്ത്രീയും പുരുഷനും കൈകൾ കോർത്ത് പ്രണയം പങ്കുവെക്കുന്നു. നല്ല ഭംഗിയുള്ള യുവതി, ലേശം താടി നരച്ച യുവതൻ. അവന്റെ കണ്ണിൽ പ്രണയം കാണാം, അവളുടെ കണ്ണുകളിൽ ലേശം ഭയമാണ് കാണുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നയാൾ പറയുമ്പോൾ ഇവളും അതെ ഞാനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. എത്രമാത്രം സത്യമാണെന്നറിയില്ല. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇയാൾ ബില്ല് പേ ചെയ്യാൻ പോകുന്ന സമയത്ത് യുവതി ഞാൻ പുറത്ത് കാത്തിരിക്കാം, പേ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞ് ഹോട്ടലിന് വെളിയിലേക്ക് പോകും. നല്ല കോരിച്ചൊരിയുന്ന മഴയുണ്ട്. ഒരു സിഗരറ്റും കത്തിച്ച് അവളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യുവതൻ പണമടച്ച് ഹോട്ടലിന് പുറത്തേക്ക് വന്ന ആ സ്ത്രീയെ നോക്കുമ്പോൾ അവളെ കാണുന്നില്ല. ഇതെവിടെ പോയി പെണ്ണ്? അയാൾ ആ ഹോട്ടലിന് പരിസരത്തുണ്ടായിരുന്ന ഒരു മനുഷ്യനോട് ചോദിക്കും, നിങ്ങളിവിടെ ഉയരമുള്ള മെലിഞ്ഞൊരു പെണ്ണ് നിൽക്കുന്നത് കണ്ടായിരുന്നു? അയാൾ പറയില്ല, ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു. സോ ഈ താടിക്കാരനകത്തേക്ക് വന്ന് ഹോട്ടലുകാരനോട്, സാർ എന്റെ ഭാര്യയെ നിങ്ങളിവിടെ കണ്ടിരുന്നു, അവളെ കാണുന്നില്ല, ബാത്റൂമിനകത്ത് എങ്ങാനും ചെന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് പറയുമോ എന്ന് പറയും. അപ്പോഴാണ് മനസ്സിലാവുക അത് ഇയാളുടെ ഭാര്യയായിരുന്നു, ഇത് ഭർത്താവാണ്. ബാത്റൂമിൽ ചെക്ക് ചെയ്തിട്ടും അവിടെ എങ്ങും ആ യുവതിനെ കാണാനില്ല. സോ ഇയാൾ ഭാര്യയ്ക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എവിടേക്കാ പോയത്? ഒന്നും പറയാതെ എന്തിനാ ഇറങ്ങിപ്പോയത്? എനിക്ക് മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് എന്നെ തിരിച്ചു വിളിക്കൂ, എനിക്ക് പോവേണ്ടതുണ്ട്, ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കണ്ട ഭാര്യ കോട്ടിട്ട് മഴയും നനഞ്ഞ് ഏതോ ഒരാളുടെ ഗ്യാരേജിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു മെക്കാനിക്കിന്റെ ഗ്യാരേജിലേക്ക്. അവിടെ വന്ന പെണ്ണ് ആ മെക്കാനിക്കിന് അയാൾ ചോദിച്ച പണം ഇതാ എന്ന് പറഞ്ഞിട്ട് അവരെ നാട്ടിലെ 10,000 ഉറുപ്പിക കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മെക്കാനിക്ക് ചോദിക്കും, എന്തെങ്കിലും കുഴപ്പം പറ്റിയാലോ, ഇത് സേഫ് ആണോ? അതിനാ ലേഡി പറയും, ഒരു കുഴപ്പവും പറ്റാനില്ല, എല്ലാം ശരിയായിട്ട് നടക്കും, കാരണം എനിക്കറിയാം ഇതിലാർക്കും ഒരു ബുദ്ധിമുട്ടും സംഭവിക്കില്ല എന്നുള്ളത്. ഈ സമയത്ത് ഭർത്താവ് ഒരു ബാങ്കിലേക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുക ആ ബാങ്കിലെ മൂത്ത ഉദ്യോഗസ്ഥനാണ് ഭർത്താവ്. പുള്ളിക്കാരന് അർജന്റ് മീറ്റിംഗ് ഉണ്ടാവും, അത് അയാൾ അറ്റൻഡ് ചെയ്യുന്നു. ആ നേരം മറ്റൊരു സ്ഥലത്ത് വലിയൊരു ഹോട്ടൽ. ഈ ഹോട്ടലിലേക്ക് നമ്മൾ നേരത്തെ കണ്ട ഭാര്യ ആ മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് ഇവള് തന്റെ പഴയ വസ്ത്രം മാറ്റിയിട്ട് പുതിയൊരു കറുത്ത തുണിയൊക്കെ ധരിക്കുന്നുണ്ട്. ഈ സമയത്ത് മെക്കാനിക്ക് നോക്കണോ വേണ്ടയോ
നോക്കണോ വേണ്ടിയോ എന്ന് പറഞ്ഞ് കള്ളക്കണ്ണിട്ട് ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. വസ്ത്രം മാറിയ പെണ്ണിനെ ഇയാളൊരു ചെയറിലിരുത്തി കയറിട്ട് കെട്ടും. അവളുടെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഈ ഭർത്താവിന്റെ മൊബൈലിലേക്ക് അയച്ചിട്ട് ഇവൻ ഭർത്താവിനെ വിളിക്കുകയാണ്. പുള്ളിയാണെങ്കിൽ ഒരു മീറ്റിംഗിലായിരിക്കുമല്ലോ. പുള്ളിയുടെ PA വന്ന് സാർ നിങ്ങൾക്കൊരു അർജന്റ് കോൾ ഉണ്ടെന്ന് പറയും. ഇയാൾ ചെന്ന് കോൾ എടുക്കുമ്പോൾ ആ മെക്കാനിക് തന്റെ ഭാര്യ ഇപ്പൊ എന്റെ പിടിയിലാണ്, അവളുടെ ശബ്ദം എനിക്ക് കേൾക്കണോടാ എന്ന് പറഞ്ഞിട്ട് അവളുടെ കരച്ചിൽ കേൾപ്പിക്കും. അവളാണെങ്കിൽ കരയാണ്, ആന്റണി എന്നെ രക്ഷപ്പെടുത്തൂ, എനിക്ക് വീട്ടിലേക്ക് വരണം, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ദയവ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തൂ. അവളുടെ കരച്ചിൽ കേൾപ്പിച്ചു കഴിഞ്ഞിട്ട് മെക്കാനിക് പറയും, നിന്റെ ഭാര്യയെ ജീവനോടെ നിനക്ക് തിരിച്ചു വേണമെങ്കിൽ എനിക്ക് നീ പണം നൽകണം. അവളുടെ വില എന്താണെന്ന് അറിയുമോ? അത് കേട്ട് ഭർത്താവ് പറയും, എന്റെ ഭാര്യ ഒന്നും ചെയ്യരുതേ, എന്റെ കയ്യിലുള്ള എന്ത് ഞാൻ നിനക്ക് തരാം, അവളെ നീ തൊട്ടുപോകരുത്, നിനക്ക് എന്താണ് വേണ്ടെന്ന് പറയും. അപ്പൊ ഈ മെക്കാനിക്ക് അവളെ തൊടുന്ന പോലെ കാണിച്ചിട്ട്, ഞാനിപ്പോ അവളെ എന്താ ചെയ്യണമെന്ന് നിനക്കറിയോ? ഞാൻ പറഞ്ഞത് കേൾക്കാതെ നീ പോലീസിനെ വിളിക്കുകയോ മറ്റാരോടെങ്കിലും ഈ വിവരം പറയുകയോ ചെയ്താൽ ഞാൻ അവളെ കൊല ചെയ്യും. എനിക്ക് വേണ്ടത് 5 ലക്ഷം യൂറോസാണ്. അവരെ നാട്ടിലെ പണം യൂറോസാണ്. ഇത്രയും പറഞ്ഞിട്ട് മെക്കാനിക്ക് കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഈ ഭാര്യയോട് പറയും, നീ തന്നെ നിന്റെ കെട്ടഴിച്ചേക്കോ, ഞാനത് അഴിക്കുന്ന പോലെ കെട്ടിയിരിക്കുന്നു, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാണ്, എന്റെ ജോലി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി പോവാണ്. അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേന്ന് ഒരു കപ്പിൾ പോലീസുകാർക്ക് കോള് വരുന്നു, കിഡ്നാപ്പിംഗ് കേസ് ഉണ്ടെന്ന് പറഞ്ഞ്. സംഭവം നമ്മുടെ ഭർത്താവ് പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, എന്നാലും രഹസ്യമായിട്ടാണ് അവരത് അന്വേഷിക്കാൻ പോകുന്നത്. ഈ സമയത്ത് മെക്കാനിക് സ്കൂള് വിട്ട തന്റെ മകനെയും കൂട്ടി ഭാര്യയെ കാണാൻ ചെല്ലും. ഭാര്യ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. ഇവര് ഭാര്യയും ഭർത്താവും പിരിഞ്ഞാണ് കഴിയുന്നത്. പോരാത്തതിന് ഒരുപാട് കടമുണ്ട്. ഏകദേശം വീട് ജപ്തി ചെയ്യാൻ പോണ അവസ്ഥയിലാണ് നിൽക്കുന്നത്. മോനെ വിളിച്ചോണ്ട് വരാൻ വൈകിയതിൽ ഭാര്യ ഭർത്താവിന് ചീത്തയും പറയുന്നുണ്ട്. വീട് ജപ്തിയാവാൻ പോവാണ്, താൻ ബാങ്കിനെ വിളിച്ചോ, അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മെക്കാനിക്ക് പറയും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ വറി ചെയ്യണ്ടെന്ന്. ഈ സമയത്ത് നമ്മുടെ പോലീസുകാർ ആന്റണി ഭർത്താവിനെ കാണാൻ വരുന്നു. സംഭവിച്ച കാര്യങ്ങൾ എന്താന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, ഞങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു, കഴിച്ചു കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ നേരം അവള് പുറത്ത് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. എന്നാൽ ബില്ല് അടച്ച് ഹോട്ടലിന് വെളിയിലേക്ക് വരുമ്പോഴേക്കും അവളെ കാണാതായി. അവൾ എന്നോട് ഷോപ്പിങ്ങിന് പോകണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അവള് ഷോപ്പിങ്ങിന് പോയി കാണും എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് പോയി. ഒപ്പം അവൾക്കൊരു വോയിസ് മെസ്സേജും അയച്ചിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിഡ്നാപ്പറെ കോള് വരുന്നത്. അപ്പൊ ഈ പോലീസുകാർ ചോദിക്കും, കിഡ്നാപ്പർ ആണായിരുന്നോന്ന്? അതെ, ആണായിരുന്നു. അയാളുടെ ശബ്ദത്തിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? എവിടുത്തെ ആക്സെന്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? അങ്ങനെ എന്തെങ്കിലും വിചിത്രമായിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയും, അങ്ങനെ പെർട്ടിക്കുലറായിട്ട് എനിക്കൊന്നും തോന്നിയില്ല, ഒരു പുരുഷനാണ് എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. 5 ലക്ഷം യൂറോസാണ് ചോദിച്ചിരിക്കുന്നത്, ഞാനത് കൊടുക്കാൻ തയ്യാറാണ്, എനിക്ക് എന്റെ ഭാര്യ തിരിച്ചു കിട്ടിയാൽ മതി. ഇത് കേട്ട് പോലീസുകാർ പറയും, അവൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനവും ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്, ഭാര്യ തിരിച്ചു കിട്ടുന്നത് വരെ ഞങ്ങൾ ആക്ഷൻ എടുക്കില്ല, നിങ്ങൾ ഭയപ്പെടണ്ട, എന്തായാലും ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, സാധാരണഗതിയിൽ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അവൻ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവും. അത് കേട്ട് ഭർത്താവും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. ആള് ഭയങ്കര അപ്സെറ്റ് ആണ്. അന്ന് രാത്രി വീണ്ടും അയാൾക്കൊരു കോള് വരുന്നുണ്ട്, നാളെ ഗരേഡു നോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നീ പണവുമായിട്ട് വരണം, പ്ലാറ്റ്ഫോം നമ്പർ 15, അവിടെ ഞാനുണ്ടാവും, 9:54 PM ട്രെയിൻ എന്ന് മാത്രമാണ് ആ വോയിസിലൂടെ പറയുക. ഈ കോള് നമ്മുടെ പോലീസുകാരും കേൾക്കുന്നുണ്ട്. അവർ ഹീറോയുടെ നമ്പർ ട്രേസ് ചെയ്യുന്നുണ്ടാവും. പിറ്റേന്ന് പണവുമായിട്ട് ഇവര് ഭർത്താവിനെ പറഞ്ഞു വിടുന്നുണ്ട്. ഒപ്പം തന്നെ വേഷം മാറിയ പോലീസുകാർ അയാളുടെ കൂടെ ഉണ്ടാവും. ആരും അറിയാത്ത രീതിയിൽ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. നമ്മുടെ മെക്കാനിക്കും സ്റ്റേഷനിലേക്ക് വരുന്നു. ആരും അയാളെ സംശയിക്കുന്നില്ല. ഇയാളെ ഭർത്താവിനെ വാച്ച് ചെയ്യുന്നുണ്ട്. കയ്യിൽ ബാഗ് ഉള്ളത് മനസ്സിലാക്കി. എന്നാൽ സ്റ്റേഷനിൽ വെച്ച് ഇയാളെ പണം വാങ്ങിക്കുന്നില്ല. ട്രെയിനകത്തേക്ക് കയറുകയാണ്. ട്രെയിനകത്ത് CCTV ഉണ്ടാവില്ല, സ്റ്റേഷനകത്തേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല പോലീസുകാർ ചുറ്റും ഉണ്ടോ എന്നും ഈ മെക്കാനിക്കിന് അറിയില്ലല്ലോ. അതുകൊണ്ട് ട്രെയിനകത്ത് വെച്ച് വാങ്ങിക്കാന്നാണ് മെക്കാനിക്ക് വിചാരിക്കുക. എന്നാൽ പോലീസുകാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭർത്താവിനോട് ട്രെയിനകത്തേക്ക് കയറാൻ പാടില്ല. ഡോർ അടയുമ്പോൾ അയാൾ കയറുന്നില്ല. മെക്കാനിക്ക് ഒന്നും മിണ്ടാതെ തിരിച്ചു വരുന്നു. ഇവിടെ പോലീസുകാർ ഭർത്താവിനോട് പറയും, അവൻ ഇന്ന് വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്, ഞങ്ങൾ എന്തായാലും സർവൈലൻസ് ക്യാമറ ചെക്ക് ചെയ്യാം. അയാൾ പറയുന്നത് താൻ അനുസരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, ഒരു ടെസ്റ്റ് ആയിട്ടായിരിക്കും ഇന്ന് തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ടാവുക. എന്തായാലും ട്രെയിനിൽ കയറാത്തത് നന്നായി, അടുത്ത കോള് വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയും പോലീസുകാർ. ഈ സമയത്ത് നമ്മുടെ മെക്കാനിക്ക് നേരത്തെ ഭാര്യനെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഹോട്ടൽ മുറിയിലേക്ക് വരുന്നു. അവള് ബെഡ്റൂമിൽ കിടക്കുകയായിരിക്കും. ഇവൻ പറയും, എനിക്ക് പണം കിട്ടിയില്ല, വാങ്ങിക്കാൻ പറ്റിയില്ല, ഐ മെസ്ഡ് അപ്പ്, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിവൻ കിടന്ന പെണ്ണിനെ തൊട്ടു നോക്കുമ്പോൾ അവളുടെ ശരീരം വിറങ്ങലിച്ചിരിക്കുന്നു. അവള് മരണപ്പെട്ടിരിക്കുകയാണ്. 1 സെക്കൻഡ് ഇവന് തല കറങ്ങിപ്പോവും. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൻ ഷോക്കായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പോലീസുകാർ ഇയാളുടെ കതവിന് മുട്ടുന്നു. അവരാഞ്ഞടിച്ചിട്ട്, പോലീസ് പോലീസ്, കതക് തുറക്കൂ, മിസ്റ്റർ ലോപ്പസ് കതക് തുറക്കൂ, ഞങ്ങൾക്ക് കംപ്ലൈന്റ്സ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? പോലീസ് പെണ്ണിന്റെ ബോഡി കണ്ടാ പെട്ടില്ലേ. ഇവൻ പെട്ടെന്ന് അവളുടെ ബോഡി ചുരുട്ടിക്കൂട്ടി കട്ടിലിനടിയിലേക്ക് എടുത്ത് മറച്ചു വെച്ചിട്ട് മെല്ലെ ചെന്ന് ഡോറ് തുറക്കും.
അപ്പോൾ പോലീസുകാർ പറയും ഞങ്ങൾക്ക് പരിസരവാസികളുടെ കംപ്ലൈന്റ് കിട്ടി, ഇവിടെ എന്തൊക്കെയോ ഒച്ചയും ബഹളവും ഉണ്ടായെന്ന് പറഞ്ഞു, എന്തോ ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഒരു പെണ്ണിന്റെ നിലവിളി കേട്ടു എന്നാണ് അവർ പറയുന്നത്. ആരാണതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ പറയും അതെന്റെ ഭാര്യയായിരുന്നു, ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, ദേഷ്യപ്പെട്ട് അവൾ ഇറങ്ങിപ്പോയി. അവരെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സമാധാനമാകുമ്പോൾ അവൾ തിരിഞ്ഞു വരും, ഞാൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരാ വീടൊക്കെ ചെറിയ രീതിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അടിയും പിടിയും ബഹളവും ഉണ്ടായതിന്റെ തെളിവൊന്നും കാണുന്നില്ലല്ലോ. പെണ്ണിനെ ഇയാൾ മറച്ചു വെച്ചിരിക്കുകയല്ലേ. വലിയ കുഴപ്പം തോന്നാത്തതുകൊണ്ട് പോലീസുകാർ കാര്യമായിട്ടൊന്നും നോക്കില്ല. ഇയാളുടെ ഐഡി വാങ്ങിച്ച് ചെക്ക് ചെയ്തിട്ട് കുടുംബ പ്രശ്നമൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നടത്തല്ലേ, ക്വൈറ്റായിട്ട് സംസാരിക്കും. ക്വൈറ്റായി സംസാരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒച്ച കുറച്ച് അടിയുണ്ടാക്കൂ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ ഇറങ്ങിപ്പോകും. ഇയാൾക്കാണെങ്കിൽ കണ്ണൊക്കെ ബൾബായിട്ടിരിക്കുകയാണ്. ഇതിപ്പോ എന്താ പറ്റിയതൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ പെണ്ണിന്റെ ടയർ പഞ്ചറായ സമയത്താണ് നമ്മുടെ മെക്കാനിക്ക് അവളെ കാറ് റിപ്പയർ ചെയ്യാൻ വന്ന്. അങ്ങനെയാണ് ഇവര് തമ്മിൽ പരിചയപ്പെട്ടത്. ഈ ഒരു വിഷ്വൽ കാണിച്ചു കഴിയുമ്പോൾ പ്രസന്റില് ഇവൻ ആ ബോഡിയും ചുരുട്ടി കെട്ടി ചുമന്ന് എടുത്തോണ്ട് വന്ന് കാറി കയറ്റി കൊണ്ടുപോവാണ് ദൂരെ എങ്ങോട്ടോ. ഇതിപ്പോ പോലീസുകാർക്ക് അറിയാലോ ഇവനായിരുന്നു ആ മുറിയിൽ ഉണ്ടായിരുന്നെന്നുള്ളത്. ബോഡി മുറിയെന്ന് വെച്ച് കിട്ടിയ പണിയാണ്. സോ ഇവൻ ആ ബോഡി ദൂരെ എവിടെയോ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ പഴയ മറ്റൊരു വിഷ്വലും കൂടി കാണിക്കുന്നുണ്ട്. വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞ് ഇവള് മെക്കാനിക്കിന് പണം കൊടുക്കും. എന്നിട്ട് ചെറുതായിട്ട് സെഡ്യൂസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവൻ വഴങ്ങുന്നൊന്നുമില്ല. അവള് പറയും എനിക്കറിയാം നിനക്ക് പണം വേണമെന്ന്, നീ ചോദിക്കുന്ന പണം ഞാൻ തരാം, പക്ഷെ ഞാൻ പറയുന്നൊരു കാര്യം നീ എനിക്ക് വേണ്ടി ചെയ്യണം. നീ പിടിക്കപ്പെടില്ല, കാരണം ഈ പ്ലാൻ നടപ്പിലാക്കുന്നത് ഞാനല്ലേ. നീ എന്നെ കിഡ്നാപ്പ് ചെയ്യണം, എനിക്ക് എന്റെ ഭർത്താവ് ഇന്ന് രക്ഷപ്പെടണം. അവൻ എത്ര ക്രൂരനാണെന്ന് നീ അറിയില്ല. എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവൻ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി നീ എന്നെ സഹായിക്കണം. അവൻ ഇന്ന് മാറി ജീവിക്കാൻ എനിക്ക് പണം വേണം, അതിനു വേണ്ടി നീ എന്നെ സഹായിക്കണം എന്ന് ഇവള് പറയുന്നുണ്ട്. സോ അങ്ങനെ ആയിരിക്കണം മെക്കാനിക്ക് സഹായിച്ചിട്ടുണ്ടാവുക. ഇപ്പൊ പ്രസന്റിൽ ഒരു കാട്ടിലേക്ക് വന്ന് ഇവൻ വലിയൊരു കുഴി കുത്തിയിട്ട് ഈ ബോഡിയെ ആ കുഴിയിലിട്ട് മറവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് പരിസരങ്ങളിൽ നിന്ന് ആരൊക്കെയോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കാം. ആരുടെയെങ്കിലും കണ്ണി പെട്ടതാ, തീർന്നു പണി. പക്ഷെ ഇതുവരെ ആയില്ലേ, ഇനി നിർത്തിയിട്ട് പോകാനും പറ്റില്ല. അവൻ എന്തായാലും വരുന്നത് വരട്ടെ എന്നും പറഞ്ഞ് ആ കുഴിയിൽ മണ്ണിട്ട പെണ്ണിന്റെ ബോഡി മറയ്ക്കുന്നു. പിറ്റേന്ന് പോലീസുകാര് നമ്മുടെ മാപ്പിളയെ കാണാൻ വരുന്നുണ്ട്. ഇന്നലെ രാത്രി കോള് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് ഈ ഭാര്യയെക്കുറിച്ചുള്ള ഒരു വിവരം കിട്ടിയിട്ടില്ല. സോ ഇനിയും നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല, ഈ കേസ് പബ്ലിക് ആക്കണമെന്ന് പോലീസുകാർ പറയും. കാരണം നട്ടുച്ചയ്ക്ക് അത്രയും ജനങ്ങളുടെ മധ്യയിൽ ഒരു പെണ്ണിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ കഴിയില്ല. മേ ബി അവൾക്ക് അറിയുന്ന ആരെങ്കിലും ആയിരിക്കണം അവളെ കൊണ്ടുപോയിട്ടുണ്ടാവുക. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ, സംശയിക്കുന്ന പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ദേഷ്യപ്പെടും. എന്റെ ഭാര്യ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, അവൾ പേടിച്ചിട്ട് എന്നോട് സംസാരിക്കുകയാണ്, അവളെ രക്ഷപ്പെടുത്തണം, അതാണ് എനിക്ക് വേണ്ടത്. അതല്ലാതെ എന്റെ ഭാര്യയുടെ ക്യാരക്ടർ നിർണ്ണയിക്കാനല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ പോലീസുകാർ പറയും സാർ ശാന്തനാകൂ, ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വിവരങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ, എതിരാളികൾ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ആരും ഇല്ല എന്ന് പറയാം ആന്റോണിയോ. ഇവരൊരു ലിസ്റ്റ് കാണിച്ചിട്ട് ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് ആർക്കെങ്കിലും നിങ്ങളോട് വിരോധം തോന്നാതിരിക്കില്ല. ഇതിലാരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവ് പറയും ഞാൻ ബാങ്കിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ, അവിടെ കടമെടുക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറില്ല, അന്വേഷിക്കാറില്ല, എനിക്ക് ആരെക്കുറിച്ചും ഒന്നും അറിയില്ല എന്നയാൾ പറയും. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ മെക്കാനിക്കിനെ കാണാൻ വേണ്ടി ഭാര്യയും മോനും വരുന്നു. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധനാഴ്ച ദിവസം മോൻ അപ്പന്റെ കൂടെയാണ് നിൽക്കുക. സോ മോനെ അപ്പനെ ഏൽപ്പിച്ചിട്ട് അമ്മ മറ്റെന്തോ കാര്യത്തിന് വേറെ എങ്ങോട്ടോ പോകുന്നു. ഈ സമയം നമ്മുടെ ബാങ്കർ എനിക്ക് സുഖമില്ല, മൈൻഡ് ഓക്കെ അല്ല, ഞാൻ ഇന്ന് ഒരു മീറ്റിംഗിലും പങ്കെടുക്കുന്നില്ല, ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, എന്നെ ശല്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നാൽ കാർ എടുക്കുന്നില്ല ഇയാള്. ബാങ്കിന്റെ പിൻവശത്തൂടെ എങ്ങോട്ടോ നടന്നു പോവാണ്. അപ്പൊ നമ്മുടെ മെക്കാനിക് ഉണ്ട് മോനെയും വിളിച്ച് ഇയാളെ പിന്തുടരുന്നുണ്ടാവും. മോനോട് ചുമ്മാ നമ്മൾ നാട് കാണാൻ പോവാണെന്നും പറഞ്ഞിട്ടാണ് ഇയാളെ വിളിച്ചുകൊണ്ട് പോവുക. ബാങ്കർ പോകുന്ന അതേ ട്രെയിനിൽ നമ്മുടെ അണ്ണനും കയറുന്നുണ്ട്. ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഒഴിഞ്ഞ ഭാഗത്തേക്ക് പടിയിലൂടെ ഇയാൾ കയറിപ്പോകുന്നു. മെക്കാനിക്ക് മോനോട് മോൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യും, അപ്പൻ ഇപ്പൊ വരാം, ഒരു ചെറിയ വിഷയമുണ്ടെന്നും പറഞ്ഞ് മോനെ താഴെ നിർത്തിയിട്ട് ഇയാളും ഈ പടികളിൽ കൂടെ ബാങ്കറെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ബാങ്കർ വലിയ ഒരു ഗേറ്റുള്ള വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ടാവും. ആ വീട് ആരുടേതാണ്, അവിടെ എന്താണ് നടക്കണേന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. നമ്മുടെ മെക്കാനിക്ക് തിരിച്ചു വന്ന് മോനെ നോക്കുമ്പോൾ മോനെ കാണാനില്ല. അല്ലെങ്കിലേ പെട്ട അവസ്ഥയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഈ പണ്ടാരം പിടിച്ച ചെറുക്കൻ അവിടെ പോയി. അവനൊരു ടോയ് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടാവും. പിടിച്ച് 2 എണ്ണം കൊടുത്തിട്ട് ഈ നേരത്താണ് അവിടെ കാണാതെ പോകുന്നത്. നിന്നെയൊക്കെ നോക്കി പോറ്റാൻ ഞാൻ പറഞ്ഞ പാടെന്താണെന്നറിയാമെന്നും പറഞ്ഞു അവനെ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വരുമ്പോൾ ചെറുക്കന്റെ മുഖം വാടിയിരിക്കുന്നത് അമ്മയ്ക്ക് മനസ്സിലായി. താൻ എന്റെ മോനെ വീണ്ടും ചീത്ത പറഞ്ഞു. ഒരു നല്ല ഭർത്താവാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു നല്ല തന്തയെങ്കിലും ആവടോ എന്ന് പറഞ്ഞു അവള് ഭർത്താവിന് ചീത്ത പറയാണ്. എന്നാലും പാവല്ലേ, ഇന്ന് രാത്രി പട്ടിണി കിടക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട്. കഴിച്ചോളൂ എന്ന് പറയുമ്പോൾ ഭർത്താവ് എനിക്ക് വേണ്ട, ഞാൻ കുറച്ചു കാലത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവാ, ഷോപ്പിൽ നിന്ന് വരുമാനം കുറവാണ്, എൻ്റെ ഒരു കൂട്ടുകാരൻ തായ്ലാൻഡ്
ന്യൂസിലാൻഡിലുണ്ട്. അവന്റെ കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോവാണ് എന്ന് ഇയാൾ പറയും. എന്നിട്ട് ഭാര്യയോട് ചോദിക്കും, നീ ഇപ്പൊ ആരെയോ കാണാൻ പോകുന്നുണ്ടെന്ന് മോൻ പറഞ്ഞല്ലോ, അത് സത്യമാണോ? അങ്ങനെ പുതിയ എന്തെങ്കിലും തീരുമാനമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, നമ്മൾ തമ്മിലുള്ള ബന്ധം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്താൽ നിനക്കെന്താ, എല്ലാം അവസാനിച്ചു. എനിക്കൊരു ജീവിതം വേണ്ടേ, നിന്റെ ജീവിതം ഇനി നീയാണ് നോക്കണ്ടത്. അതിനവൻ ഒരു മറുപടിയും പറയില്ല, ബൈ മാത്രം പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഈ പോലീസുകാരനും കാരിയും നമ്മുടെ മെക്കാനിക്കിനെ കാണാൻ വരുന്നുണ്ട്. സംഭവം ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഓരോരുത്തരായിട്ട് ഇവർ വിസിറ്റ് ചെയ്യാണ്. അങ്ങനെ ഇവർ മെക്കാനിക്കിന്റെ അടുത്ത് വരുമ്പോൾ നമ്മുടെ ആള് ചെളിയായ അയാളുടെ വാൻ കഴുകിക്കൊണ്ടിരിക്കുകയായിരിക്കും. പോലീസുകാരൻ ചോദിക്കും, താൻ എന്തെങ്കിലും കുഴിച്ചു മൂടിയായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്ര ചെളിയെന്ന്. അതിന് മെക്കാനിക്ക് പറയും, എന്റെ വണ്ടി ഒരു മഡിൽ കുടുങ്ങിയതാണ്, അതുകൊണ്ടാണ് ഇത്ര ചെളി തെറിച്ചിരിക്കണേന്ന്. അത് കഴിഞ്ഞ് ഇവര്, നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നല്ലോ, ഒരുപാട് നാളായിട്ട് അത് തിരിച്ചടച്ചിട്ടില്ല, നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കേട്ട് മെക്കാനിക്ക് ചോദിക്കും, അതെല്ലാ മനുഷ്യർക്കും ഉള്ളതല്ലേ, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത്, എന്താണ് വിഷയം എന്നാദ്യം പറയും. അത് കേട്ട് പോലീസുകാർ പറയും, നിങ്ങൾക്കൊരു ക്രൈം ഹിസ്റ്ററി ഉണ്ടല്ലോ, 20 വയസ്സിൽ ഒരു ബേക്കറിയിൽ മോഷണം നടത്തിയിട്ടുണ്ട് പുള്ളി. അത് കേട്ട് മെക്കാനിക്ക് പറയും, അതുകൊണ്ടെന്താ, അന്ന് ക്രൈം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ ബാങ്കിനെ കത്തിക്കാൻ പോവാണോ, അതും വെറും 78,000 യൂറോസിന്. നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാർ പറയും, ആന്റോണിയോ ഡോറിയോറ്റ്, നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയുമോ? ബാങ്കിലെ മാനേജറാണ് അദ്ദേഹം. പുള്ളിക്കാരന്റെ ഭാര്യയെ കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ കാണാനില്ല. ഞങ്ങൾ അതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നിങ്ങളെ കാണാമെന്നാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? അത് കേട്ട് മെക്കാനിക്ക് പറയും, ഞാനിവിടെ എന്റെ ബൈക്ക് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഞാൻ എന്റെ മോനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ ചെന്നു, മറ്റൊന്നും അന്ന് ചെയ്തിട്ടില്ല. അപ്പൊ ഇവര് ചോദിക്കും, മോനെ എപ്പോഴാണ് പിക്ക് ചെയ്യാൻ ചെന്നതെന്ന്. 4:30 മണിക്കാണെന്ന് ഇയാൾ പറയുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം വാങ്ങിച്ചിട്ട്, ഇതൊരു റുട്ടീൻ ചെക്കപ്പാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ വിവരങ്ങളിൽ തെറ്റൊന്നുമില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, എന്നാൽ ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞ് പോലീസുകാർ അവിടുന്ന് പുറപ്പെടും. പക്ഷെ നമ്മുടെ ലേഡി പോലീസിന് സംശയമുണ്ട്, ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടല്ലോ, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. എന്തായാലും ഇയാളുടെ ഭാര്യയെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. അന്ന് വൈകിട്ട് നമ്മുടെ മെക്കാനിക് ഒരു ബാറിൽ ഇരുന്ന് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആന്റോണിയോടെ ഭാര്യയെ കാണാതായി എന്ന ന്യൂസ് TV-യിൽ വരുന്നുണ്ടാവും. അവിടെയാണ് ഒരു ബടങ്ങണ ട്വിസ്റ്റ്. ആന്റോണിയോടെ ഭാര്യയെ കാണിക്കുമ്പോൾ ആ പെണ്ണിന്റെ മുഖത്ത് എന്തൊക്കെയോ ഒരു മാറ്റം. ആദ്യം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇതിലെന്താ കുഴപ്പമെന്ന്. പിന്നീട് കഥ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലായത് പെണ്ണ് മാറിപ്പോയിന്ന്. കാരണം ഇവർ രണ്ടുപേരെയും കാണാൻ ഏകദേശം ഒരേപോലെയുണ്ട്. ഈ മാറിപ്പോയ പെണ്ണിനെ കണ്ട് നമ്മുടെ അണ്ണൻ ഷോക്കാവും. ഇതിലെന്തോ ഒരു വലിയ തരികട സംഭവിച്ചിട്ടുണ്ടല്ലോ, ആരോ എവിടെയോ തനിക്കിട്ട് പണിതു. ഇയാൾ ആ കുഴിച്ചിട്ട കാട്ടിലേക്ക് അന്ന് രാത്രി തന്നെ വന്നിട്ട് ആ ബോഡി മാന്തി നോക്കാണ്. താൻ കുഴിച്ചിട്ട പെണ്ണല്ലാതെ പെണ്ണ് മാറിപ്പോയിട്ടുണ്ട്. ഇവൻ അതേപടി മണ്ണ് കൂട്ടി വെച്ചിട്ട് അവിടുന്ന് ഓടിക്കളയും. പിറ്റേന്ന് രാവിലെ നമ്മുടെ ബാങ്കുകാരന്റെ ഭാര്യയെ കാണാതായ വിവരം എല്ലാവരും അറിഞ്ഞിട്ട് പുള്ളിയെ സമാധാനിപ്പിക്കുക. ആ സമയത്ത് നമ്മൾ ആദ്യം കണ്ട ലേഡിയല്ലേ, അവൾ ഈ ബാങ്കുകാരന്റെ എതിർവശത്തൂടെ നടന്നു പോകുന്നുണ്ടാവും. ബാങ്കുകാരൻ പുറകെ ചെല്ലുന്നു. അവളെ പിടിച്ചിട്ട്, നീ ഇവിടെ എന്താണ് കാണിക്കുന്നത്? ആരെങ്കിലും നിന്നെ കണ്ടു കഴിഞ്ഞാൽ ആകെ കുഴപ്പത്തിലാകും, ഇവിടുന്ന് മാറിപ്പോ, ആരുടെയും കണ്ണിപ്പെടല്ലേ. അത് കേട്ട് ആ ലേഡി പറയും, എനിക്ക് പേടിയാവുന്നു, അവനെങ്ങാനും വാ തുറന്നാലോ, പോലീസിനെ അറിയിച്ചാലോ. അത് കേട്ട് ബാങ്കുകാരൻ പറയും, അവനെ കൊണ്ട് കഴിയില്ല, കാരണം അവൻ പെട്ടിരിക്കുകയാണ്, സ്റ്റക്കായിരിക്കുകയാണ് നമ്മുടെ ഇടയിൽ, അവൻ ആരോടും പറയില്ല, പറഞ്ഞ അവൻ തന്നെയാണ് കുടുങ്ങുക. അപ്പൊ ആ സ്ത്രീ, എന്നെ ഒഴിവാക്കല്ലേ, എന്നെ കൊടുക്കരുത്, എന്നെ കൈ വെടിയരുത് എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇവൻ കൈ വെടിയില്ല മുത്തേന്നും പറഞ്ഞ് ഉമ്മ വയ്ക്കുവാണ്. അങ്ങനെ ആ ഉമ്മ കളശം കഴിയുമ്പോൾ ഇവിടെ മെക്കാനിക്ക് തനിക്ക് വലിയൊരു പണി കിട്ടിയല്ലോ, ഇതിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടാന്നറിയാതെ പതറിയിരിപ്പാണ്. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് സീനും കാണിക്കുന്നുണ്ട്. ഈ പെണ്ണിനെ കെട്ടിയിടാൻ നേരം അവൾ തന്നെ അടിക്കാൻ പറയും. അടിച്ച് മുഖത്തൊരു പാടുണ്ടെങ്കിൽ അത് വിശ്വസനീയമാണല്ലോ. എന്നാൽ നമ്മുടെ മെക്കാനിക്ക് അവളെ തല്ലുന്നില്ല. അവൻ അത്ര മോശക്കാരനല്ല, പണമില്ലാണ്ടായിപ്പോയി, അത് മാത്രമുള്ള കുഴപ്പം. അവന്റെ നിസ്സഹായ അവസ്ഥയെ ഇവറ്റകൾ ചൂഷണം ചെയ്താണ്. പ്രസന്റില് ഇന്ന് വെനസ്ഡേ ആയതുകൊണ്ട് മെക്കാനിക്കിന്റെ ഭാര്യ മകനെയും കൂട്ടി അയാളുടെ ഗ്യാരേജിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പോലീസുകാരെന്നെ കാണാൻ വന്നിരുന്നു, കഴിഞ്ഞ ചൊവ്വാഴ്ച നീ എവിടെയായിരുന്നു, മകനെ വിളിച്ചുകൊണ്ടുവരാൻ നീ വൈകിയിരുന്നു എന്ന് ചോദിച്ചിരുന്നു. ഞാൻ എന്താണ് പറയേണ്ടത്, എന്താണ് സംഭവിച്ചത്, സത്യം പറയും. അത് കേട്ട് ഭർത്താവ് പറയും, നീ എന്നെ വിശ്വസിക്കണം, ഇപ്പൊ എനിക്കൊന്നും പറയാൻ കഴിയില്ല, ഞാൻ ചെറിയ കുഴപ്പത്തിലാണ്, പക്ഷെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ എന്നെ വിശ്വസിക്കണം, മകനെ വിളിച്ചോണ്ട് പോകൂ, അവനിവിടെ നിൽക്കണ്ട, അവനത് സേഫ് അല്ല എന്ന് പറയും. സോ ഇവൻ കാര്യമായിട്ട് എന്തോ പണിതിട്ടുണ്ട്, അത് തന്റെ കുടുംബത്തെയും ബാധിക്കുമെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി. ഇനി മേലിൽ നീ എന്റെ മകനെ കണ്ടുപോകരുത്, നീ ഞങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് ഭാര്യ മോനെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഏകദേശം എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാവുമ്പോൾ ദേഷ്യം കൊണ്ട് അവൻ ഏറ്റവും ഇഷ്ടമുള്ള തന്റെ ബൈക്ക് അതിനെ അവൻ ചവിട്ടി തെറിപ്പിക്കുകയാണ്. പിറ്റേന്ന് മെക്കാനിക്ക് വസ്ത്രമൊക്കെ മാറി നല്ല ടിപ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്ത് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബാങ്കുകാരന്റെ ബാങ്കിൽ ചെന്ന് അയാളെ കാത്തു നിൽക്കും. ജോലിയും കഴിഞ്ഞ് ബാങ്കുകാരൻ ഇറങ്ങി വരുന്ന വഴിയെ ഇയാളെ കാണുമ്പോൾ അവിടെ തന്നെ സ്റ്റോപ്പായിട്ട് തിരിഞ്ഞടക്കാണ്. സംഭവം നമ്മുടെ അണ്ണന് മനസ്സിലായി അവൻ
എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, തന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. ഇയാള് പിൻവാതില് വഴി ഇറങ്ങി റോഡിൽ കൂടെ കടന്നു പോകുമ്പോൾ മെക്കാനിക്ക് വിടാതെ അയാളെ പിന്തുടരാണ്. നേരെ സബ്വേയിൽ ചെല്ലുന്നു. അവിടുന്ന് ഒരു ട്രെയിനിൽ കയറി ഇയാളൊന്നും മിണ്ടാതെ യാത്രയാവാണ്. മെക്കാനിക്കും വിടുന്നില്ല. കാരണം മെക്കാനിക്കിന് ഇയാളെ അറിയില്ല. ഇയാൾക്ക് മെക്കാനിക്കിനെ അറിയുമോ എന്നുള്ളതും മെക്കാനിക്കിന് അറിയില്ല. നിങ്ങൾക്കറിയുമോ? ഇയാൾ നേരെ ചെന്ന് അയാളുടെ മുഖത്തോട് ചേർന്ന മാതിരി നിന്നിട്ട് അടുത്ത സ്റ്റേഷനിൽ ബ്രേക്ക് അടിക്കുമ്പോൾ നമ്മൾ തമ്മിലൊരു ഉമ്മ സംഭവിക്കുമടാ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ബാങ്കുകാരൻ മൈൻഡ് ചെയ്യുന്നില്ല. ഈ മൈൻഡ് ചെയ്യാതെ നിന്ന മൈൻഡൻ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുക്കാൻ നേരം, ഡോർ അടയാൻ നേരം ചാടി പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഒരൊറ്റ പോക്കാണ്. അപ്പം മെക്കാനിക്കിന് മനസ്സിലായി അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെ കുടുക്കിയതാണെന്നുള്ളത്. ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ ഈ ബാങ്കർ ഒളിച്ചും പാത്തും ഒരു കെട്ടിടത്തിനകത്തേക്ക് പോയില്ലേ, അവിടെ എന്താണ് സംഭവിക്കണമെന്നും കൂടി അറിയണം. സോ മെക്കാനിക് ആ വീട്ടിലേക്ക് മതില് ചാടി പ്രവേശിക്കുന്നു. അകത്ത് പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു സെക്സ് ക്ലബ്ബാണ്. പണക്കാരൊക്കെ ഒത്തുകൂടുന്ന ഒരു സെക്സ് ക്ലബ്ബ്. അവിടെ ഒരുപാട് ബാർ ലേഡീസ് ഉണ്ടാവും. ഇവനിങ്ങനെ പാത്തും പതിങ്ങിയും വീണ്ടും അകത്തേക്ക് പോയി നോക്കുമ്പോഴാണ് അവിടെ എമി ജാക്സനെ പോലെ ഒരു ഷോർട്ട് ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാങ്കറുടെ ഭാര്യ. സോ അവളൊരു ബാർ ഡാൻസർ ആയിരുന്നു. എന്നിട്ട് ബാങ്കറുടെ ഭാര്യയാണെന്ന് ഇവനെ തെറ്റിദ്ധരിപ്പിച്ചാണ്. അവള് ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറിപ്പോകും. ഇവനെ അവള് കാണുന്നില്ല. അവിടെ ഒരുപാട് പെയ്ഡ് ഗേൾസ് ഉണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് ഈ പെണ്ണ്. ഇനി അന്ന് എന്താണ് സംഭവിച്ചത്? ഇവളെ കെട്ടിയിട്ട് ഇവൻ ഇറങ്ങിപ്പോയതിനു ശേഷം എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുന്നു. സംഭവം അണ്ണൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഇവള് തന്റെ കെട്ടുകൾ അഴിക്കുന്നു. അഴിച്ചു കഴിഞ്ഞ് അകത്തെ പൂട്ടിയിട്ട മുറിയിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോഡി കിടപ്പുണ്ട്. ഇവളുടെ അതേപോലത്തെ വസ്ത്രം ധരിച്ച ഒരു ബോഡി. അത് മറ്റാരുടെയല്ല, ബാങ്കുകാരന്റെ യഥാർത്ഥ ഭാര്യയുടേതാണ്. അതിനെ എടുത്തോണ്ട് വന്ന് ഇവള് ബെഡിലേക്ക് കടത്തുന്നു. ആ പെണ്ണ് ഓൾറെഡി മരിച്ച് കിടക്കായിരുന്നു. ഇതാണ് അന്നേ ദിവസം സംഭവിച്ചത്. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ പോലീസുകാര് ബാങ്കുകാരനെ കാണാൻ വരുന്നു. അവര് പറയാണ്, നിങ്ങളുടെ ഭാര്യ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടുകൊണ്ടിരുന്നു. ആ വിവരം നിങ്ങൾക്കറിയോ? ആ സൈക്കാട്രിസ്റ്റ് പറഞ്ഞത് നിങ്ങൾക്ക് സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടെന്നാണ്. താല്പര്യക്കുറവായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായിട്ടും നിങ്ങൾ തമ്മിൽ നേരെയുള്ള ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. എന്നാൽ നിങ്ങൾക്ക് വികൃതമായ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം അവർ സൈക്കാട്രിസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങളും ഒരു സസ്പെക്റ്റ് ആണെന്ന് പോലീസുകാർ പറയും. ഇത് കേട്ട് ബാങ്കുകാരൻ ദേഷ്യപ്പെട്ട് ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞ് ഞാനാണ്, എന്നിട്ടിപ്പോ ഞാനാണ് കുറ്റക്കാരൻ. ഇനി നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ലോയർ നിങ്ങളോട് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ എഴുന്നേൽക്കാൻ നിൽക്കുമ്പോൾ പോലീസുകാർ പറയും, ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളെ ജഡ്ജ് ചെയ്യാനല്ല. സെക്ഷൽ ഫാന്റസി പലർക്കും പല രീതിയിലാണ്. അതിന് മറ്റൊരാളെ നിർബന്ധിക്കുകയോ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഉപദ്രവിച്ചിട്ടില്ല, അതവർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവര് നിങ്ങളുടെ വികൃതമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിയില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തത്? അത് കേട്ട് ബാങ്കർ പറയും, അവൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ തെരഞ്ഞെടുത്തു. അവർക്ക് പണം നൽകി എന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു. എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ തീർക്കണ്ടേ? അതിനും ഈ കേസിനും എന്താണ് ബന്ധം? ഇനി ഞാൻ എന്താണ് പറയേണ്ടത്? ഇപ്പൊ എന്റെ ഭാര്യയെ കാണാനില്ല. ഏതോ ഒരുവൻ വിളിച്ച് പണം ചോദിച്ചു. അവനും ഇപ്പൊ എവിടെ പോയെന്നറിയില്ല. നിങ്ങൾ പോലീസുകാരാണെങ്കിൽ എന്റെ ഭാര്യ ആദ്യം കണ്ടുപിടിക്കൂ, അത് കഴിഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ എന്നയാൾ പറയും. അത് കേട്ട് പോലീസുകാര്, കുറ്റക്കാരാരാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോ പോവാണ്. ഇവർക്കിപ്പോ ഭർത്താവിനെയും സംശയമുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. സംഭവം ഈ ബാങ്കർ പറഞ്ഞത് ശരിയാണ്. അയാൾ ഈ സെക്സ് ക്ലബിലേക്ക് ചെന്ന് നമ്മൾ നേരത്തെ കണ്ട പെണ്ണിനെ ചൂസ് ചെയ്ത് അവൾക്ക് വേണ്ട പണം കൊടുത്ത് ഇയാളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയാണ് ചെയ്തത്. അതും വിചിത്രമായ ആഗ്രഹങ്ങളായിരുന്നു. സ്വന്തം ശരീരത്ത് തല്ലി മുറിവേൽപ്പിക്കുക. അതിലൂടെ അയാൾ ആനന്ദം കണ്ടെത്തിയിരുന്നു. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ ഈ ബാങ്കർ മെക്കാനിക്കിനെ വിളിച്ച് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയും. അപ്പൊ മെക്കാനിക്ക്, നീ എന്നെ സെറ്റ് ചെയ്യായിരുന്നു അല്ലടാ പാപി, നിന്നോട് എനിക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് ചോദിക്കും. അത് കേട്ട് ബാങ്കർ, നീ ഉള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിഞ്ഞത്. നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? അപ്പൊ മെക്കാനിക്ക് പറയും, അത്ര ഈസി ആയിരുന്നെങ്കിൽ നീ ഇപ്പൊ എന്നെ വിളിക്കില്ലായിരുന്നു. എന്തേ പോലീസുകാര് നിന്റെ അടുത്തേക്ക് വന്നോ? അതിന് ബാങ്കർ മറുപടി പറയില്ല. നാളെ 8 മണിക്ക് ഒരു പാർക്കിലേക്ക് വരാൻ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും. പിറ്റേന്ന് ഇയാൾ പാർക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ ബാങ്കർ അയാളുടെ അടുത്തേക്ക് വന്ന്, എനിക്ക് നോർമാൻഡിയിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, എന്നെ നീ സഹായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ആ പ്രോപ്പർട്ടി നിനക്ക് തരാം. അത് കേട്ട് മെക്കാനിക്ക് ചോദിക്കും, നീ എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന്. അപ്പൊ ബാങ്കർ, കാരണം എനിക്കറിയായിരുന്നു നീ ഇത് ചെയ്യുമെന്ന്. എന്നാൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം നീ ചെയ്തു. ആ ബോഡി അപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുപോയി. അതിലാണ് ഞങ്ങളുടെ കണക്കുകൾ പിഴച്ചത്. നിന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്കറിയായിരുന്നു. ഞങ്ങൾ ബാങ്കുകാർക്ക് ഒരാളുടെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിക്കാൻ പറ്റും. അത് ഇല്ലീഗൽ ആണെങ്കിലും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് ലോൺ കൊടുക്കണമോ വേണ്ടയോ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിക്കുക. അവരുടെ ക്രൈം ബാക്ക്ഗ്രൗണ്ട് വരെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത് നിനക്കൊരു ക്രൈം ഹിസ്റ്ററി ഉണ്ടെന്നും നിന്നെക്കൊണ്ട് ഒരിക്കലും ഈ പണം തിരിച്ചടയ്ക്കാൻ പറ്റില്ലെന്നും. ഇത് കേൾക്കുമ്പോൾ മെക്കാനിക്ക്, എന്റെ ഹിസ്റ്ററി എല്ലാം വിട്ടേര്, എന്തായാലും നീ എന്നെ സെറ്റ് ചെയ്തല്ലോ, ഇപ്പൊ എന്തിനാണ് അണ്ണൻ എന്നെ അന്വേഷിച്ച് വന്ന്? പോലീസുകാർ നിന്നെ പിടിക്കണ അവസ്ഥയിലായോ? എന്താ പറ്റിയത് പറയടാന്ന് ചോദിക്കുമ്പോൾ ബാങ്കർ ചിരിച്ചിട്ട് പറയും, എന്നെന്തായാലും അവര് പിടിക്കില്ല. എനിക്ക് നല്ല വക്കീലന്മാരറിയാം, എന്റെ കയ്യിൽ പണമുണ്ട്.
പക്ഷെ നിനക്കെന്താണുള്ളത്? ഞാൻ ഇപ്പോ അവസാനമായി നിനക്കൊരു ഡീല് പറയാം. എന്റെ ഭാര്യയുടെ കൊലപാതകം നീ ഏറ്റെടുക്ക്. $2 ലക്ഷം ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നു. അതുകൊണ്ട് നിന്റെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഈസി ആയിട്ട് തീർക്കാൻ പറ്റും. ആലോചിച്ചിട്ട് പറയുന്നു പറഞ്ഞ് ബാങ്കർ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് പോലീസുകാരാണെങ്കിൽ അവർക്കൊരു കെട്ടുവള്ളി തുമ്പും കിട്ടാത്ത വേദനയിൽ ഇരിക്കുകയായിരിക്കും. നമ്മുടെ ബാങ്കർക്ക് നല്ല അലിബയുണ്ട്. അയാൾ മീറ്റിംഗിലായിരുന്നു. ഈ സ്ത്രീ അയാൾ കാരണമാണ് കാണാതായത് എന്നതിനൊരു തെളിവുമില്ല. പിന്നെ മെക്കാനിക്ക്, അയാൾക്കൊരു ക്രൈം ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് 20 വയസ്സിൽ ബേക്കറി കയറി ബന്നു മോഷ്ടിച്ച കഥയാണ്. അതുകൊണ്ടൊന്നും ഈ കേസ് നിൽക്കില്ല. ഇനി എവിടുന്ന് ആരംഭിക്കണം എന്ന് അറിയാതെ ഇവർ നിൽക്കുമ്പോഴാണ് നമ്മുടെ ബാങ്കർ പോലീസുകാരെ വിളിക്കുന്നു. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, തനിയെ വരുമോ എന്ന് ചോദിക്കും. അവർ വരാന്ന് പറയുന്ന സമയത്താണ് ഇവിടെ ജോലി വിട്ട് തിരിഞ്ഞു പോകുന്ന നമ്മുടെ ഡാൻസുകാരിയെ മെക്കാനിക്ക് പിടിച്ചെടുത്തോണ്ട് പോകുന്നു. അവളെ കൊണ്ടുപോയി ഏതോ ഒരു രഹസ്യ വീട്ടിൽ ഇവൻ പെട്ടി കിടത്തി കെട്ടിവെക്കും. ഈ സമയത്ത് പോലീസിനെ വിളിച്ചു വരുത്തിയ നമ്മുടെ ബാങ്കർ അവരോട് ചോദിക്കും, നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളാണോ? നിങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? അവര് പറയും, കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെ ചീറ്റ് ചെയ്തിട്ടുണ്ടോ? അതിനവര് പറയും, അതെ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. താൻ എന്താണ് ചോദിക്കാൻ കാരണം? ബാങ്കർ വീണ്ടും ചോദിക്കും, താൻ തന്റെ ബോയ് ഫ്രണ്ടിനെ സ്നേഹിക്കുന്നുണ്ടോ? അവള് പറയും, ഞാൻ അവനുമായിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആണെന്ന്. അപ്പോൾ ബാങ്കർ വീണ്ടും ചോദിക്കും, താങ്കൾ തൃപ്തയാണോ? തൃപ്തിയല്ല അല്ലേ? തൃപ്തി ആവില്ല. നമ്മളെല്ലാവർക്കും കുറച്ചുകൂടെ കൂടുതൽ വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ അതിനെ പുറത്തു കാട്ടാതെ അടക്കി ഞെരുക്കിയാണ് നമ്മൾ ജീവിക്കുക. അതല്ലേ സത്യം? ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോലീസുകാർ ചോദിക്കും, മിസ്റ്റർ ആന്റോണിയോ, നിങ്ങളുടെ ഭാര്യയെ ഒരു ലേഡി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു എന്നവര് അവരുടെ അനിയനോട് പറഞ്ഞിട്ടുണ്ട്. ആ ലേഡി ആരാണ്? നിങ്ങളുടെ കാമുകിയായിരുന്നു. അത് കേട്ട് ബാങ്കർ പറയും, ആ ലേഡി ആരോ ആയിക്കൊള്ളട്ടെ, എനിക്കറിയില്ല അത് ആരാണെന്ന്. പക്ഷെ അവൾ ഒരു മെക്കാനിക്ക് ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അതിനെക്കുറിച്ച് അവൾ പറഞ്ഞിരുന്നോ? പറഞ്ഞിട്ടുണ്ടാവില്ല. അവളുടെ കാർ ഫിക്സ് ചെയ്യാൻ വന്ന ഒരു മെക്കാനിക്ക് അവളെ സിറ്റി മുഴുവൻ അവൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. അവര് തമ്മിൽ ബന്ധമുണ്ടായിരുന്നോ ഇല്ലയോ എന്നെനിക്കറിയില്ല. ആ മെക്കാനിക്കിന്റെ പേര് പോലും എനിക്കറിയില്ല. അവളുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിർ നിന്നില്ല. എനിക്ക് എന്റെ താല്പര്യങ്ങളാവാമെങ്കിൽ അവൾക്ക് അവളുടെ താല്പര്യങ്ങളാവാം. ഇതായിരുന്നു എന്റെ നിലപാട്. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നയാൾ പോലീസുകാരോട് ചോദിക്കുമ്പോൾ, ഇനി നിങ്ങളൊന്നും ചെയ്യണ്ട, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരി അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ നേരം ഇയാൾ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്. താനും തന്റെ ബോയ് ഫ്രണ്ടും നല്ല കപ്പിൾസ് ആയിരിക്കും, പക്ഷേ പ്രതലം ഒന്ന് മാറ്റി നോക്കിയാൽ മതി. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. താൻ ചെയ്ത കാര്യങ്ങൾ ശരിയാണ് എന്നയാൾ മറ്റൊരു വഴിയിലൂടെ പറഞ്ഞ് പോലീസുകാരിയെ ബോധ്യപ്പെടുത്താൻ നോക്കുകയാണ്. ഇനിയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നത്. സംഭവം നമ്മുടെ ബാങ്കർ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ആ ബാർ ലേഡിയുടെ കയ്യിൽ നിന്ന് തല്ല് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായി ഇവര് ഹോട്ടലിലുള്ള വിവരം അറിഞ്ഞിട്ട് ഭാര്യ അങ്ങോട്ട് വരുന്നു. മുറിക്കകത്തേക്ക് കയറിയ ഭാര്യ തന്റെ ഭർത്താവ് കിടക്കുന്ന അവസ്ഥ കണ്ട് ദേഷ്യപ്പെട്ട് ഈ ബാർ ലേഡിയെ, ഡാൻസർ പെണ്ണിനെ, കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് തല്ലാൻ തുടങ്ങി. എന്നിട്ട് മേത്ത് കയറിയിരുന്ന് കഴുത്ത് ഞെരിക്കുമ്പോൾ ഈ ബാർ ലേഡി താഴെ കിടന്നൊരു പാത്രം എടുത്ത് ഭാര്യയുടെ മണ്ടക്കിട്ട് കൊട്ടി. ഒരു 3-4 തവണ അടിച്ചപ്പോഴേക്കും അടികൊണ്ട പെണ്ണ് ചോര വാർന്ന് വീണ് മരണപ്പെടുകയാണ്. ഇവര് പ്രതീക്ഷിക്കാതെ നടന്നൊരു കയ്യബദ്ധമായിരുന്നു അത്. ഇതിലൊരു പക്ഷെ 2 പേരും കുറ്റക്കാരാവും, അല്ലെങ്കിൽ ആ ബാർ ലേഡി മാത്രം കുറ്റക്കാരിയാവും. എന്നാൽ ബാർ ലേഡിയെ ഇയാൾ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ അവളെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചില്ല. ഈ കേസ് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനാണ് അയാൾ ഉദ്ദേശിച്ചത്. ഇതേ സമയത്ത് ബാർ ലേഡി നമ്മുടെ മെക്കാനിക്കിനോടും ഈ വിവരങ്ങൾ പറയുന്നുണ്ട്. ആദ്യം അയാൾ സാധാരണ ഒരു ക്ലയന്റ് ആയിരുന്നു, പക്ഷെ പിന്നീട് അയാൾ റെഗുലർ ആയിട്ട് എന്നെ മീറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എന്നെ കാണാൻ അയാളുടെ ഭാര്യയെ പോലുണ്ടെന്ന് പറഞ്ഞു. അയാളുടെ ഭാര്യ ഒരുപാട് സുന്ദരിയാണെന്നും പ്രത്യേകമായ പെരുമാറ്റമാണെന്നും പറഞ്ഞു. ഭാര്യയുടെ നടത്തവും സംസാരവും പ്രവർത്തനവും എല്ലാം അയാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അതുപോലെ നീയും മാറണം എന്ന് പറഞ്ഞിട്ട് തന്റെ ഭാര്യയെ ആ പെണ്ണിനെ കൊണ്ട് ഫോളോ ചെയ്യിച്ച് അവളുടെ എല്ലാ പ്രവർത്തനങ്ങളും പഠിക്കാൻ പറഞ്ഞു. അതേപോലെ പ്രവർത്തിക്കാൻ പറഞ്ഞു. ഒരു പ്രത്യേക താല്പര്യമാണ് അയാൾക്ക്. തന്റെ ഭാര്യയുടെ രീതികളെല്ലാം മറ്റൊരു പെണ്ണിൽ കണ്ട് അവളിൽ ആനന്ദം കൊള്ളാം. എനിക്ക് പറ്റിപ്പോയി, പണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്, നിന്നെപ്പോലെ തന്നെ എന്നവൾ പറയുമ്പോൾ നമ്മുടെ മെക്കാനിക്ക് ഒരൊറ്റ പൊട്ടീര് കൊടുക്കും മുഖത്തേക്ക്. എന്നിട്ട് അവളുടെ ഒരു ഫോട്ടോയും കൊടുക്കും. ഈ സമയത്ത് രാത്രി പോലീസുകാര് മെക്കാനിക്കിന്റെ ഗ്യാരേജ് ചെക്ക് ചെയ്യാനുള്ള വാറണ്ട് വാങ്ങിക്കും. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ട് വാങ്ങിക്കും. പിറ്റേന്ന് അവര് മെക്കാനിക്കിനെ പിടിക്കാൻ പോവുകയാണ്. എന്നാൽ പിറ്റേന്നാവുമ്പോൾ നമ്മുടെ മെക്കാനിക്ക് ബാങ്കറിന് അടുത്തേക്ക് ചെന്ന് അയാളുടെ കയ്യിലേക്ക് ഒരു ഫോൺ വെച്ചു കൊടുക്കും. ആ ഫോണിൽ ഈ പെണ്ണിനെ കെട്ടിവെച്ച ഫോട്ടോയുണ്ട്. അവൻ ആ ഫോണിൽ കൂടെ പറയും, എനിക്ക് 5 ലക്ഷം യൂറോസ് വേണം, അതും പഴയ യൂസ് ചെയ്ത നോട്ടുകെട്ടുകളായിട്ട്. നാളെ സെയിം പാർക്കിലേക്ക് നീ വരണം. പോലീസുകാരോട് പറയുകയോ മറ്റാരുടെയെങ്കിലും സഹായം തേടുകയോ ചെയ്താൽ ഞാൻ അവളെ കൊല്ലും. നീ പറഞ്ഞതുപോലെ ഞാനൊരു ഫെയിലിയർ തന്നെയാണ്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഞാൻ അവളെ കൊന്നാളെ. ഇതും പറഞ്ഞ് അവൻ പോയി കഴിയുമ്പോൾ ഈ സമയത്ത് പോലീസുകാർ ആളില്ലാ ഗ്യാരേജിൽ ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ആരെയും കിട്ടില്ല. ഇവിടെ പാർക്കിൽ പറഞ്ഞതുപോലെ പണവുമായിട്ട് ബാങ്കർ വരുന്നു. മെക്കാനിക്ക് സ്റ്റൈലായി വന്ന് ഒരക്ഷരം പോലും മിണ്ടാതെ ആ ബാഗും വാങ്ങിച്ചിട്ട് തിരിഞ്ഞടക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ അവൻ ബാങ്കറെ വിളിച്ചു പറയും, അതേ അപ്പാർട്ട്മെന്റിൽ ഞാൻ അവളെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്, ചെന്ന് നോക്കിക്കോ.
വന്നു. അപ്പോൾ ബാങ്കർ, നീ ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടില്ലടാ, നിന്നെ ഞാൻ വിടില്ലടാ എന്ന് പറയുന്നുണ്ട്. അതിന് മെക്കാനിക്ക്, ഞാൻ ഓൾറെഡി രക്ഷപ്പെട്ട് കഴിഞ്ഞു, നിനക്ക് അവളെ വേണമെങ്കിൽ ചെന്നെടുത്തോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് ഇവൻ ആ ഡാൻസർ ലേഡിയെ കയ്യും കെട്ടി ഹോട്ടലിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ ബാങ്കറും ഹോട്ടലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അയാൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ ഫ്ളാറ്റിനകത്ത് മെക്കാനിക്ക് പറഞ്ഞതുപോലെ ഡാൻസർ ലേഡി അല്ല ഉണ്ടാവുക, ഇവന്റെ ഭാര്യയാണ് ഉണ്ടാവുക, ഭാര്യയുടെ ജഡമാണ് ഉണ്ടാവുക. അയാൾ അത് കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ മെക്കാനിക്ക് നമ്മുടെ ഡാൻസർ ലേഡിയെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് വേറെ ഏതോ ഒരു ഹോട്ടലിലേക്കാണ്. ഹോട്ടലിൽ വന്നു കഴിയുമ്പോൾ അവൾ ചോദിക്കും, നമ്മൾ എത്ര സമയം ഇവിടെ നിൽക്കേണ്ടി വരുമെന്ന്, കാര്യങ്ങൾ തെളിയുന്നത് വരെ ഇവിടെ നിൽക്കേണ്ടി വരും എന്നവൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മെല്ലെ കെട്ടഴിച്ചു വിട്ടിട്ട് ഇവൻ അവളെ ഉമ്മ വയ്ക്കുകയാണ്. അവൾ തടയുന്നൊന്നുമില്ല. രണ്ടുപേരും ഉമ്മ വെച്ച് ആവശ്യത്തിലധികം സ്നേഹിക്കുന്നു. സംഭവം ഈ രണ്ടെണ്ണം കൂടി ഒത്തുകൂടി പ്ലാൻ ചെയ്ത് ബാങ്കർക്ക് തിരിച്ചു പണി കൊടുത്തു. ബാങ്കർക്കാണെങ്കിൽ ഭാര്യയുടെ ബോഡി കൊണ്ടുപോയി എവിടെയെങ്കിലും മറവ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ കൊടുങ്ങും. അതുകൊണ്ട് അയാൾ നേരത്തെ പറഞ്ഞ ടൗണിൽ നിന്നൊക്കെ മാറിയുള്ളൊരു അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് അയാളുടെ ഭാര്യയുടെ ബോഡി കൊണ്ടുവരും. എന്നിട്ട് കുഴി കുത്തി അവളെ മൂടാൻ നിൽക്കുമ്പോഴാണ് ഈ മെക്കാനിക്കും പെണ്ണും വിളിച്ചു പറഞ്ഞനുസരിച്ച് പോലീസുകാർ അങ്ങോട്ട് വരിക. അവർ അനോണിമസ് കോള് കൊടുത്തിട്ടുണ്ടാവും. പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞു. അവരൊച്ച വെച്ച് ബാങ്കറെ പിടിക്കാൻ വരുമ്പോൾ ബാങ്കർക്ക് ഇനി രക്ഷയില്ല. തൊണ്ടി മുതലായിട്ട് പ്രതി കുടിയും കഴിഞ്ഞു. ഇനി ഒരു രക്ഷയുമില്ല. ഒന്നുകിൽ പിടിക്കപ്പെടുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക. അവസാന നിമിഷം പശ്ചാത്താപം തോന്നി തന്റെ ഭാര്യയ്ക്ക് താൻ ചെയ്ത പാപം ആലോചിച്ച് അയാൾ സ്വന്തം തലയിലേക്ക് നിറയൊഴിച്ച് ഭാര്യയുടെ കൂടെ തന്നെ കുഴിയിലേക്ക് മരിച്ചു വീഴാണ്. പോലീസുകാർ എത്തുന്നതിന് മുന്നേ അതും കഴിഞ്ഞു. സോ പോലീസുകാർക്ക് ഇനി പണിയൊന്നുമില്ല. കേസ് അവിടെ അവസാനിച്ചു. ഇവിടെ കഥകളിയെല്ലാം കഴിഞ്ഞ് കാലത്തെ പെണ്ണ് എഴുന്നേൽക്കുമ്പോൾ ചെക്കൻ തുണിയൊക്കെ മാറി റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവളിനി എന്താണ് അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ മെക്കാനിക്ക് പറയും, പറഞ്ഞതുപോലെ തന്നെ പകുതി നിനക്ക് പകുതി എനിക്ക്. പകുതി പണം ഇവൻ ബാഗിലാക്കി ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇവളുമായിട്ട് ലവും സെന്റിമെന്റ് ഒന്നുമില്ല. ആദ്യം ഇവനെ പറ്റിച്ചു, രണ്ടാമത് അവനെ പറ്റിച്ചു. എന്തായാലും പകുതി പണം മെക്കാനിക്ക് കൊടുക്കുന്നുണ്ട്. കിട്ടിയ പകുതി പണവും വാങ്ങിച്ചിട്ട് ഇവളും എങ്ങോട്ടോ നടന്നു പോകുന്നു. സംഭവത്തിൽ ആരെയും ന്യായീകരിക്കാൻ പറ്റില്ല. എല്ലാവരും കുറ്റക്കാരാണ്. അതിൽ കുറ്റം അളന്നു നോക്കിയാൽ ചെറിയ കുറ്റക്കാരൻ നമ്മുടെ മെക്കാനിക്ക്. മറ്റു രണ്ടുപേരും സന്ദർഭം കൊണ്ട് കുറ്റക്കാരായവർ. എന്നാൽ അത് മറ്റൊരുവന്റെ ഒരു ഇന്നസെന്റിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് വലിയൊരു ചതിയായിരുന്നു. അത് തിരിച്ചടിയുകയും ചെയ്തു. അങ്ങനെ അങ്കവെച്ച് ഇന്ത പടം മുടിഞ്ഞു പോച്ച്. സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി മൂവിയായിട്ട് ഞാൻ ഓടി വരാം. കാത്തിരിക്കൂ. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലുട്ടുമാസ്.